ഫോർ ബിഗ് ബ്രേക്ക്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ആരോപണത്തിൽ കേസെടുത്ത് ഇ ഡി കൊച്ചി യൂണിറ്റ് ECIR രജിസ്റ്റർ ചെയ്തു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ED വൈദേകത്തിലില്ല എന്നൊക്കെ ചില സൂചനകൾ ഏതോ സമയത്തുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ED വൈദേകത്തിലേക്ക് എത്തുന്നു അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഫസ്റ്റ് ഓൺ 24 ഇത് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അന്വേഷണ ചുമതല SG കവിത്കർ, അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ്. EDയുടെ കൊച്ചി യൂണിറ്റാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. SG കവിത്കറിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഫെമ ചട്ടപ്രകാരമാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്നും പണം എത്തിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് 3 പേരുടെ വിവരങ്ങൾ പറയുന്നുണ്ട്. 3 പേരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. അതിൽ പേര് ഇപ്രകാരമാണ്. അതായത് MC രമേശ്, മറ്റൊരാൾ പന്തൻ്റെവിടെ മുഹമ്മദ് അഷ്റഫ്, അതോടൊപ്പം KP രമേഷ് കുമാർ. ഈ 3 പേരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഫയൽ നമ്പർ T123 കൊച്ചി സോൺ 2023 എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ അദ്ദേഹം നൽകിയ പരാതി ഉണ്ടായിരുന്നു. ഈ വൈദേകവുമായി ബന്ധപ്പെട്ട്, വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം EDക്ക് നൽകിയ പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ വിദേശത്തു നിന്നും പണം കേരളത്തിലേക്ക് എത്തിയെന്നും ആ പണം കള്ളപ്പണം ആയിരുന്നു, അത് വെളുപ്പിക്കുന്ന നടപടിയാണ് ഈ റിസോർട്ടിന്റെ ഭാഗമായി ഉണ്ടായതെന്നും ഈ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. ആ പരാതിക്കാരനോട് ഈ സമൻസ് മുഖേന, നോട്ടീസ് മുഖേന ED ആവശ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പണവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഡീറ്റെയിലുകൾ, ഈ വൈദേകം റിസോർട്ടിന്റെ ചില രേഖകളും കാര്യങ്ങളും ഒക്കെ തന്റെ കൈവശമുണ്ട് എന്ന് പരാതിക്കാരൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ പരാതിക്കാരനോട് പറയുന്നത് താങ്കളുടെ കൈവശമുള്ള രേഖകൾ, തെളിവുകൾ അത് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു SG കവിത്കർ, EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. അവർ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് പരാതിക്കാരനിൽ നിന്നും ഇപ്പോൾ വിവരം തേടിയിരിക്കുന്നത്. ഫെമ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വൈകാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യം ചെയ്യലുകൾ നടക്കും എന്ന് മനസ്സിലാകുന്നു. ഈ ഏപ്രിൽ 12, അതായത് 6 ദിവസം മുൻപാണ് പരാതിക്കാരനായ വ്യക്തിക്ക് തെളിവുകളും രേഖകളും ഹാജരാക്കാൻ ഈ നോട്ടീസ് ED ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് MR അജയൻ, ഗ്രീൻ കേരള ന്യൂസ് ഓച്ചന്തുരുത്ത്. അദ്ദേഹത്തിനാണ് ഈ നോട്ടീസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. താങ്കൾ നൽകിയ പരാതി ഞങ്ങൾ വിശദമായി പരിശോധിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫെമ ആക്ട് പ്രകാരമുള്ള ECIR ആണ് രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ കേസ് അന്വേഷിക്കുന്നത് ഈ 3 പേർക്കെതിരെയാണ്. ആ പേരിങ്ങനെയാണ്: MC രമേശ്, പന്തൻ്റെവിടെ മുഹമ്മദ് അഷ്റഫ്, അതോടൊപ്പം KP രമേഷ് കുമാർ. ഇവരുടെ വിവരങ്ങൾ, വിശദാംശങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശമുണ്ടെങ്കിൽ EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ആരോപണങ്ങളിലാണോ ഈ പണം വന്നത്? അതോ അതായത് ഒന്നുകൂടി ചോദിച്ചാൽ, ഈ തിരുവനന്തപുരത്തെ NDA സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള നിരാമയ ഏറ്റെടുത്തു എന്നൊക്കെ പ്രതിപക്ഷ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിരാമയ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള സംഭവമാണോ, അതിനു മുമ്പുള്ള കാര്യമാണോ ഈ പറയുന്ന പണം വന്നു എന്ന് പറയുന്നത്? ശ്രീകാന്ത്, രാഷ്ട്രീയമായ ആരോപണങ്ങളിലേക്കോ ആക്ഷേപങ്ങളിലേക്കോ EDയുടെ ഇത് പറയുന്നില്ല. അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം, പന്തൻ്റെവിടെ മുഹമ്മദ് അഷ്റഫ്, ഇദ്ദേഹം വിദേശത്ത് നിന്നും പണം അത് ഈ റിസോർട്ടിലേക്ക്, വൈദേകം റിസോർട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. മറ്റ് 2 പേർ ഈ പണം സ്വീകരിച്ച ആളുകളാണ്. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പണം സ്വീകരിച്ച ആളുകളാണ്. പന്തൻ്റെവിടെ മുഹമ്മദ് അഷ്റഫാണ് വിദേശത്തു നിന്നും പണം നൽകിയതായി MR അജയൻ ആരോപിച്ചത്. അതിനെ പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതും. ഈ പണം അത് കള്ളപ്പണമായിരുന്നു എന്നും ഫെമ വയലേഷൻ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുമാണ് ഈ പരാതി EDക്ക് കിട്ടിയത്. അതിലെ രേഖകളാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വിദേശത്ത് നിന്നും വന്ന പണം, അത് ഈ പന്തൻ്റെവിടെ മുഹമ്മദ് അഷ്റഫ് നിക്ഷേപിച്ച, അദ്ദേഹം ഇവിടേക്ക് കൊണ്ടുവന്ന പണം, അതിന്റെ ഡീറ്റെയിൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സഹായിച്ച 2 പേരുടെ പേരുകളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീകാന്താണ്. വൈദേകത്തിൽ കൂടി ED എത്തുന്നു. ഇത് നമ്മൾ കേട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലല്ല. അത് ഏതോ സമയത്ത് ഗൾഫിൽ നിന്ന് നിക്ഷേപമായി വന്ന പണത്തെ ചുറ്റിപ്പറ്റിയാണ് ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം.